പാട്രിയറ്റ് സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതായി പരാതി. സംഭവത്തിൽ നിർമ്മാത ആൻഡോ ജോസഫിന്റെ പരാതിയിൽ കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. പകർപ്പവകാശ ലംഘന നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. പാട്രിയറ്റ് ഈ മാസം 1-നാണ് ആഗോള വ്യാപകമായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. അനധികൃതമായി റെക്കോർഡ് ചെയ്ത സിനിമ 2 മുതൽ 5 വരെയുള്ള തീയതികളിൽ ഓൺലൈൻ വഴിയാണ് പ്രചരിപ്പിച്ചതെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇതിപ്പോൾ ഒരു പുതിയ സംഭവമല്ല. കാരണം പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്നു, ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ വ്യാജ പതിപ്പ് പല ഓൺലൈനുകളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇത് കോടികൾ മുടക്കി സിനിമകൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം വലിയ ഭീമമായ നഷ്ടമാണ് ഇതുവഴി ഉണ്ടാകുന്നത്. ആൻഡോ ജോസഫ് പരാതി നൽകിയിട്ടുണ്ട്. ഏത് രീതിയിലാണ് പോലീസിൻ്റെ നടപടികൾ? ഇത് പോലീസ് അന്വേഷിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഇതുവരെ പരാതി വന്നിരിക്കുന്നു. ഓൺലൈൻ സൈറ്റുകളിൽ അല്ലെങ്കിൽ ഓൺലൈൻ വഴി സിനിമ പ്രചരിപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ആരാണ് ഇതിൻ്റെ പിറകിൽ, ഏത് സൈറ്റുകൾ വഴിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. അതിൻ്റെ ഒരു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പാട്രിയോട്ട് സിനിമ വേറെ ചർച്ചകൾക്കും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഏതാണ്ട് 100-ലധികം കോടി രൂപ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുണ്ട്. അത്ര വലിയൊരു ബജറ്റിൽ എടുത്ത, വലിയ ക്യാൻവാസിലെടുത്ത സിനിമയാണെന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഏറെ നാൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും എല്ലാം ഉൾപ്പെടുന്ന വലിയ താരനിര ഈ ചിത്രത്തിൻ്റെ ഭാഗമാകുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ വലിയ ചർച്ച നേടിയ ഒരു ചിത്രമാണ്, വലിയ മുതൽ മുടക്കുള്ളൊരു ചിത്രമാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതിൻ്റെ പ്രേക്ഷക പ്രതികരണം എന്താണെങ്കിൽ കൂടിയും ഇതിൽ ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ ഒരു വ്യാജ പതിപ്പുകൾ ഈ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ രീതിയിലുള്ളൊരു പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നു. അത് തങ്ങൾക്ക് സിനിമ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്.